നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. വനവകുപ്പിന്റെ വാഹനം ആന മറിച്ചിട്ടു. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് AISF, AIYF പ്രവർത്തകർ നടത്തിയ DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ മദ്രസ അധ്യാപകനെതിരെ പോക്സോ ചുമത്തി. തലശ്ശേരി പോലീസ് കേസെടുത്ത് ദർസിൽ ഉസ്താദായി ജോലി ചെയ്യുന്ന അഹമ്മദ് തേർലായിക്കെതിരെ. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം 30-1 തീയതികളിൽ. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും പൊതുസമ്മേളനം മുൻ സംസ്ഥാന സെക്രട്ടറി M സ്വരാജും ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. വനംവകുപ്പിന്റെ വാഹനം ആന മറിച്ചിട്ടു. ആറളത്ത് RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആറളം പൂക്കുണ്ടിൽ പുലർച്ചെയാണ് സംഭവം. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് AISF, AIYF പ്രവർത്തകർ നടത്തിയ DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് AISF, AIYF പ്രവർത്തകർ കണ്ണൂർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ സംഘർഷം ഉടലെടുത്തു. ബാരിക്കേഡ് കെട്ടി പോലീസ് മാർച്ച് തടയാൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടെ ഇരച്ചെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് 2 തവണ ജലപീരങ്കിയും പ്രയോഗിച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണാസമരം AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ PM-ശ്രീയുടെ കാലാവധി 2022 മുതൽ 2027 മാർച്ചാണ് ഇത് നടപ്പിലാക്കുവാനുള്ള കാലാവധി. ഇനി കേരളത്തിൽ ഏകദേശം 9 മാസമാണ് PM-ശ്രീ നടപ്പിലാക്കുവാനുള്ള കാലാവധിയുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ ജനങ്ങളോട് PM-ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞ് ആ സർക്കാർ ഒഴിഞ്ഞതാണ്. ഇടക്കാലത്ത് UDF ഉൾപ്പെടെ ഈ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFന്റെ ഒരു പ്രധാന ആയുധമായിരുന്നു PM-ശ്രീ എന്ന വിഷയം. ആ PM-ശ്രീ KM ഷാജി ഉൾപ്പെടെ VD സതീശൻ ഉൾപ്പെടെ ഈ കേരളത്തിൽ പറഞ്ഞത് PM-ശ്രീ നമ്മൾ അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ വിധിപ്പെട്ട് PM-ശ്രീ നടപ്പിലാക്കുവാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ജില്ലാ സെക്രട്ടറി KV സാഗർ അധ്യക്ഷനായി. AISF ജില്ലാ പ്രസിഡന്റ് പ്രണോയ് സ്വാഗതം പറഞ്ഞു. ജസ്വന്ത്, KR ചന്ദ്രകാന്ത്, PK മിഥുൻ, വിജേഷ് നണിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ മദ്രസ അധ്യാപകനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി തലശ്ശേരി പോലീസ് കേസെടുത്തു. തലശ്ശേരിക്കടുത്ത ദർസിൽ ഉസ്താദായി ജോലി ചെയ്യുന്ന അഹമ്മദ് തേർലായിക്കെതിരെയാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത്. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ മദ്രസ അധ്യാപകനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി തലശ്ശേരി പോലീസ് കേസെടുത്തു. തലശ്ശേരിക്കടുത്ത ദർസയിൽ ഉസ്താദായി ജോലി ചെയ്യുന്ന അഹമ്മദ് തേർലായിക്കെതിരെയാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 16-നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മെയ് 15-ന് രാത്രിയാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് തലശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തതിനെ തുടർന്ന് അഹമ്മദ് തേർലായി ഒളിവിലാണ്. പോലീസ് ഇയാളുടെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തലശ്ശേരി CI N പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഈ മാസം 30 ജൂലൈ 1 തീയതികളിലായി തലശ്ശേരിയിൽ ചേരുന്ന DYFI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ CK രമേശനും കൺവീനർ മുഹമ്മദ് അഫ്സലും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ്
എ റഹീമും പൊതുസമ്മേളനം മുൻ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജും ഉദ്ഘാടനം ചെയ്യും. 23 വർഷങ്ങൾക്ക് ശേഷമാണ് തലശ്ശേരിയിൽ ചേരുന്നത്. ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവേശകരമായ പ്രവർത്തനമാണ് തലശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒട്ടനവധി അനുബന്ധ പരിപാടികൾ സംഘാടക സമിതിയുടെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ തലശ്ശേരി ഏരിയയിലെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും വർഗീയ ഫാസിസ്റ്റുകളുടെ കടന്നാക്രമണങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ മണ്ണാണ് തലശ്ശേരി. ഈ തലശ്ശേരിയിൽ വെച്ചുകൊണ്ടാണ് തലശ്ശേരിയിലാണ് പൈതൃക നഗരിയായ തലശ്ശേരിയിൽ വെച്ചാണ് ഡിവൈഎഫ്ഐയുടെ സമ്മേളനം 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. ജൂൺ 30, ജൂലൈ 1 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. തലശ്ശേരി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ 350 പ്രതിനിധികളാണ് ഉണ്ടാകുക. കണ്ണൂർ ജില്ലയിലെ വിവിധ ബ്ലോക്ക് സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 350 പ്രതിനിധികളും അതുപോലെ തന്നെ 50 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സൗഹാർദ്ദ പ്രതിനിധികൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സമ്മേളനം ജൂൺ 30, ജൂലൈ 1 തീയതികളിൽ തലശ്ശേരി നടക്കും. സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒട്ടനവധി അനുബന്ധ പരിപാടികളും ഇതിനകം നടത്തിക്കഴിഞ്ഞതായും ഭാരവാഹികൾ പറഞ്ഞു. 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് തലശ്ശേരി ആതിഥേയത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മേളനം വൻ വിജയമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായും ഇവർ പറഞ്ഞു. തലശ്ശേരി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി നഗറിലാണ് സമ്മേളനം നടക്കുക. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളന പ്രതിനിധികളും സൗഹാർദ്ദ പ്രതിനിധികളും ഉൾപ്പെടെ 500ഓളം യുവാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 1 വൈകിട്ട് 5 പുതിയ ബസ് സ്റ്റാൻഡിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം യുവജന വിരുദ്ധവും ജനവിരുദ്ധവുമായ സമീപനം സ്വീകരിക്കുന്നു. നമ്മുടെ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നയം സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളത് വീര്യം കുറഞ്ഞ മദ്യ കമ്പനിക്ക് നികുതി ഇളവ് 131% നൽകി ചില കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന് ദിശാബോധം നൽകുന്ന വിധത്തിൽ നമ്മുടെ സമ്മേളനം മാറും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലേക്ക് നമ്മുടെ ജില്ലയിലെ യുവജനങ്ങളെയാകെ അണിനിരത്തിന് വേണ്ടി ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളുടെ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CK രമേശൻ, കൺവീനർ മുഹമ്മദ് അഫ്സൽ, ഡിവൈഎഫ്ഐ നേതാക്കളായ പി സനീഷ്, PV സച്ചിൻ, മുഹമ്മദ് ഫാസിൽ, ഫിദ പ്രദീപ് എന്നിവരും പങ്കെടുത്തു. വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം നൽകി ഒരു നാടിന്റെ വിശപ്പകറ്റുന്ന മാതൃകയായി മാറിയിരിക്കുകയാണ് താഴെ ചമ്പാട്ടെ കഫേ ശ്രീ ജനകീയ ഹോട്ടൽ. ജനങ്ങളുടെ പിന്തുണയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണവും കരുത്താക്കി പ്രവർത്തിക്കുന്ന ഹോട്ടൽ വിജയകരമായി 9 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം 2018 ജൂൺ 26 കഫേ ശ്രീ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന K. കുഞ്ഞബ്ദുള്ളയാണ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് കോവിഡ് മഹാമാരിക്കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കഫേ ശ്രീ ജനകീയ ഹോട്ടലായി മാറി. അന്ന് 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകി നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ സംരംഭം. പന്നിയൂർ ഗ്രാമപഞ്ചായത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശക്തമായ പിന്തുണയുണ്ട്. കെട്ടിട വാടകയും വൈദ്യുതി ബില്ലും പഞ്ചായത്ത് വഹിക്കുന്നതിനാൽ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകാൻ കഴിയുന്നു.
പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റിയും നിലവിലുണ്ട്. 5 കുടുംബശ്രീ സംരംഭകരും 7 ജീവനക്കാരും ഉൾപ്പെടെ 12 പേരാണ് ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. പ്രതിദിനം 300-ലധികം ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. പനിനൂർ ഗവൺമെൻറ് ITIയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും സമീപ പ്രദേശങ്ങളിലെ സാധാരണക്കാരും കഫേശ്രീയെ സ്ഥിരമായി ആശ്രയിക്കുന്നവരാണ്. ഇന്ന് ഹോട്ടൽ മേഖലയെ ബാധിച്ച ഗ്യാസ്, പാചക എണ്ണ, മറ്റ് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ തുടർന്ന് പല ഹോട്ടലുകളും ഭക്ഷണവില ഗണ്യമായി ഉയർത്തിയെങ്കിലും കഫേശ്രീ ആ വഴിക്ക് പോയില്ല. ഇപ്പോഴും 30 രൂപയ്ക്ക് ഊണും 35 രൂപയ്ക്ക് പാർസലും നൽകും. ചോറിനൊപ്പം അയല, ചിക്കൻ, ഫിലോപ്പിയ, നത്തൽ എന്നിവ വാങ്ങിയാൽ വെറും 70 രൂപ നൽകിയാൽ മതി. പുറത്തുള്ള ഹോട്ടലുകളിൽ ചോറിന് മാത്രം 60 മുതൽ 70 വരെ രൂപ നൽകേണ്ട സാഹചര്യത്തിലാണ് ഈ വിലയിൽ പൊരിച്ചത് അടക്കം ഭക്ഷണം ലഭിക്കുന്നത്. രാവിലെ പുട്ട്, കൽറൊട്ടി, വെള്ളയപ്പം, പൊറോട്ട, പൂരി എന്നിവ ഓരോന്നും 12 രൂപയ്ക്കാണ് ലഭിക്കുക. ചായയും കാപ്പിയും 12 രൂപയ്ക്ക് തന്നെ ലഭിക്കും. കുറഞ്ഞ വിലയാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരത്തിലും ശുചിത്വത്തിലും യാതൊരു വിട്ടുവീഴ്ചയും കഫേശ്രീ നടത്തുന്നില്ല. അതാണ് വർഷങ്ങളായി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഹോട്ടലിനെ സഹായിച്ചത്. ജില്ലയിലെ തന്നെ വിശാലമായ സൗകര്യങ്ങളുള്ള ജനകീയ ഹോട്ടലുകളിൽ ഒന്നാണ് കഫേശ്രീ. ഭക്ഷണം നൽകുക മാത്രമല്ല, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും കഫേശ്രീ നിറവേറ്റുന്നുണ്ട്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കും പ്രദേശത്തെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ഹോട്ടലിൻ്റെ വരുമാനത്തിൽ നിന്ന് സഹായധനം കൈമാറിയിട്ടുണ്ട്. വിലക്കയറ്റം സാധാരണക്കാരൻ്റെ അടുക്കളയെ പൊള്ളിക്കുന്ന കാലത്ത് കുറഞ്ഞ വിലയിൽ വയറു നിറയെ ഭക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് കഫേശ്രീ ജനകീയ ഹോട്ടൽ ഒരു ഹോട്ടൽ മാത്രമല്ല, ജനങ്ങളുടെ വിശപ്പിനും ജീവിതത്തിനും താങ്ങായി മാറിയ ജനകീയ മാതൃക കൂടിയാണെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ശശിധരൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് അധ്വാനിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ തുച്ഛമായ വിലക്ക് ഭക്ഷണം ലഭ്യമാകുന്നതിന് വേണ്ടി അവരുടെ ഒരു ആശാകേന്ദ്രമായി ഈ സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാശില്ലാതെ വിഷമിക്കുന്ന ഒരു വേളയിൽ ഇവിടെ നിരവധി ആളുകൾക്ക് 5 or 10 ആളുകൾക്ക് പല ദിവസങ്ങളിലായി ഇവിടെ നിന്ന് സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു പ്രവണത കൂടി ഈ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നിലനിർത്തേണ്ടത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഈ നാടിൻ്റെയും ഒരു കൂട്ടായ്മയോടുകൂടി ഈ സ്ഥാപനം എന്നെന്നും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മടം ബ്രണ്ണൻ കോളേജ് സിന്തറ്റിക് ട്രാക്ക് വോക്ക്മേറ്റ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ധർമ്മടം പഞ്ചായത്തിലെ ഉന്നത വിജയികളെ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തലശ്ശേരി ASP ഡോക്ടർ M നന്ദഗോപൻ IPS ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ASP ഡോക്ടർ M നന്ദഗോപൻ IPS ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യ ഹെൽത്ത് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. അതായത് ബേസിക്കലി നമ്മളുടെ ഡയറ്റും പറഞ്ഞതുപോലെ എക്സസൈസിന്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ പുറകിലായതുകൊണ്ട് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഫുഡ് കഴിക്കുന്നു, ഫാറ്റ് ഫുഡ് കഴിക്കുന്നു, ജങ്ക് ഫുഡ് കൂടുതലായിട്ട്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് അറിയാം പറയുകയും പ്രത്യേകിച്ചും നമ്മൾ ഫ്രൈഡ് ഫുഡും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ NCD പ്രൊഫൈൽ വളരെ വളരെ മോശമാണ്. ഈ ഞാൻ തന്നെ കുറച്ചുനാൾ നോക്കിയപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് കൊളസ്ട്രോളിൻ്റെ. നിങ്ങൾ എത്ര പേര് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാവരുടെയും ലിപിഡ് പ്രൊഫൈൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ രീതിയിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് വളരെ മികച്ചൊരു തീരുമാനമാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മോട്ടിവേഷൻ എക്സസൈസ് ചെയ്യാൻ വളരെ പാടാണ്. നമ്മൾ ജിമ്മിൽ പോകുന്നവരോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അറിയാം, ഒന്ന് പോയി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇങ്ങനെ ഒരു നടത്തത്തിനൊരു കൂട്ടായ്മയോ അല്ലെങ്കിൽ തലശ്ശേരിയിൽ ഒരു വോക്കിംഗ് ക്ലബുണ്ട്, സൈക്ലിംഗ് ക്ലബുണ്ട്, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായി തീർച്ചയായിട്ടും കാര്യം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായത് ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല പ്രധാനം, മനസ്സിൻ്റെ ആരോഗ്യം എത്രത്തോളം പ്രാധാന്യത്തോടെ അവർ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫസ്റ്റ് ഒഫീഷ്യൽ മീറ്റിംഗിൽ തന്നെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് V മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ നവാസ് മേത്തർ മുഖ്യാതിഥിയായി. അപ്പോൾ അങ്ങനെ കുറേ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു മണ്ണാണ്.
അപ്പൊ നിങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന 3-15 വർഷമായില്ലേ തിരുവനന്തപുരത്ത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ജനുവരിയിലാണ് എൻ്റെ പുസ്തകത്തിന്റെ 4ാം പതിപ്പ് തിരുവനന്തപുരത്ത് പ്രകാശനം നടത്തിയത്. 5ാം പുതിയ പുസ്തകത്തിന്റെ റിലീസിംഗ് പുസ്തകോത്സവത്തിലായിരുന്നു. അപ്പോൾ 4ാം പതിപ്പിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചു. ഈ തിരുവനന്തപുരത്ത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഒരു ക്രൗഡ് സംഘടിപ്പിക്കാനൊന്നുള്ള സ്വാധീനം എനിക്കില്ല. അപ്പോൾ ചരിത്രത്തിൽ വെച്ചു, ഇദ്ദേഹത്തോട് വെച്ച് നമുക്ക് വെക്കാൻ പറ്റും. ഈ ചരിത്രത്തിൽ 10-100 പേർക്ക് ഇരിക്കണം. ഈ 100 പേര് വേണം. അത് ഞാൻ നോക്കിക്കൊള്ളു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കുടുംബമന്ത്രി വിഷ്ണുനാഥ് ഒരു സൗഹൃദം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട്, അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തോട് വന്നിട്ട് ഇത് മെല്ലെ പ്രകാശനം ചെയ്തതാണ്. പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് സെക്രട്ടറി അബ്ദുൽ നാസർ, തലശ്ശേരിക്കാരനാണ്, IAS. അവരോട് മനോജ് നിങ്ങൾക്കറിയാം, KV മനോജ് കുമാർ, ബാലാഘോഷ കമ്മീഷൻ KV രാഘവന്റെ മകൻ. പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ അനിയൻ ഇബ്രാഹിം കുട്ടി. അങ്ങനെ വേദിയിൽ ഇരിക്കാനുള്ള പ്രമുഖരെയെല്ലാം എൻ്റെ സൗഹൃദ വലയത്തിൽ സംഘടിപ്പിച്ചു. അപ്പൊ അതിനേക്കാൾ വലിയ പ്രശ്നം സദസ്സിലിരിക്കാനുള്ള ആളെ കിട്ടാനുള്ളത്. ഞാൻ ആ ഉദ്ഘാടന സമയം സദസ്സുണ്ട്. ഈ സദസ്സിലേക്ക് വന്ന ആളുകളാണ് സെക്രട്ടേറിയറ്റിലെ വലിയ പോസ്റ്റിൽ ഇരുന്ന ഉദ്യോഗസ്ഥരാണ്. ചെറിയ ആളുകളല്ല, ഓരോരുത്തരെയും പരിചയപ്പെടുമ്പോൾ ഞാൻ എൻ്റെ വകുപ്പിന്റെ ഹെഡാണ്. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ഗീതമ്മ, ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. വാസന്തി, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അംഗം മുംതാസ് ഷുക്കൂർ, കോർഡിനേറ്റർ V. പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇക്ബാൽ ആലിയമ്പത്ത് ക്ലാസ് എടുത്തു. രക്ഷിതാക്കളും കുട്ടികളുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Telicheri Institute of Advanced Studies, TIAS, Kundurmala, Punja West, Telicheri. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, BCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime, Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847 904444, 9847 404444. വെബ്സൈറ്റ് www.tias.in. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്.
ultra-modern X-ray facilities, well-equipped ultra-modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ, ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോർ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. കോടിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന MM നാണു നമ്പ്യാർ, N രാഘവൻ എന്നിവരുടെ സ്മരണാർത്ഥം തലശ്ശേരി താലൂക്കിലെ മികച്ച ലൈബ്രറിക്കുള്ള പുരസ്കാരം നൽകി. പ്രശസ്ത നോവലിസ്റ്റ് M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. MM നാണു നമ്പ്യാർ, N രാഘവൻ എന്നിവരുടെ സ്മരണാർത്ഥമാണ് തലശ്ശേരി താലൂക്കിലെ മികച്ച ലൈബ്രറിക്ക് പുരസ്കാരം നൽകുന്നത്. ഈ വർഷത്തെ പുരസ്കാരം വടക്കുംപാട് SN പുരം ശ്രീനാരായണ വായനശാല N ഗ്രന്ഥാലയത്തിനാണ് കൈമാറിയത്. പുരസ്കാര സമർപ്പണം മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ നിർവഹിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ഒരു പുരസ്കാരം കൊടുത്താൽ 2 പുരസ്കാരം കൊടുക്കണം. അത്രയും നല്ലൊരു വായനശാലയാണ്. ഈ വായനശാലകൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മലയാളികളുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള സംസ്കാരം, പ്രബുദ്ധത, അതിനൊക്കെ പിറകിൽ ഈ ലൈബ്രറികളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒരു ലൈബ്രറിയെങ്കിലും നമ്മൾ കാണാം. ഏത് കുഗ്രാമത്തിൽ പോയാലും ഒരു ലൈബ്രറിയെങ്കിലും ഉണ്ടാവും. പിന്നെ ഈ ലൈബ്രറിയാണ് അതിൽ നിന്നാണ് മലയാളിയുടെ പ്രബുദ്ധത പിന്നെ വികസിച്ച് വന്നത്. ലൈബ്രറി എന്നുള്ളത് ഒരു പുസ്തകം വായിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല, പിന്നെ ആശയങ്ങൾ കൈമാറാനും ചർച്ച ചെയ്യാനും പരസ്പരം പിന്നെ വികാരങ്ങളും അനുഭവങ്ങളും പങ്കിടാനും ഒക്കെയുള്ള ഒരു ഇടമാണ് ലൈബ്രറി. അപ്പം അങ്ങനെയുള്ള ലൈബ്രറി മയ്യഴിയിലുണ്ട്. ഒരു ലൈബ്രറി, നിങ്ങൾ മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ലൈബ്രറി ഉണ്ട്. അതിൽ ഞാൻ പേര് മാറ്റിയിട്ടാണ്. പിന്നെ ആ ലൈബ്രറി ഇപ്പോഴും അവിടെയുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് 80 വർഷമോ മറ്റോ, 80 വർഷമല്ല 100 വർഷമോ മറ്റായിട്ടുണ്ടാവും. എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ മാഹിയിൽ, മയ്യഴിയിൽ 4 ലൈബ്രറികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 4 ലൈബ്രറികളിൽ പിന്നെ ഒന്ന് സർക്കാർ വഴിയായിരുന്നു. അത് ഫ്രഞ്ച്, അതിൻ്റെ പേര് തന്നെ പിന്നെ ബിബ്ലിയോടെക് പബ്ലിക് എന്നാണ്, ഫ്രഞ്ചാണ്. മെമ്പർ റിലീഫ് വിതരണവും
അപകട ഇൻഷുറൻസ് തുക വിതരണവും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഇതോടനുബന്ധിച്ച് നടന്നു. മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനും അപകട ഇൻഷുറൻസ് തുക വിതരണം വൈസ് ചെയർപേഴ്സൺ V. സതിയും നിർവഹിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപ് പുരസ്കാരം നേടിയ ലൈബ്രറിയെ പരിചയപ്പെടുത്തി. തലശ്ശേരി നഗരസഭാ കൗൺസിലർ രാജീവ് കുമാർ, A. ശശി, വിജയൻ വെളിയമ്പ്ര, അഡ്വക്കേറ്റ് KM ശ്രീശൻ, പ്രസീൽ ബാബു, ഖാലിദ് മാസ്റ്റർ, E. പ്രമോദ് എന്നിവർ സംസാരിച്ചു. പുരസ്കാര സമിതി ചെയർമാൻ CK രമേശൻ അധ്യക്ഷത വഹിച്ചു. കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK താഹിർ സ്വാഗതവും സെക്രട്ടറി P. അനിൽകുമാർ നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പാനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ട ഓട്ടം സംഘടിപ്പിച്ചു. പാനൂർ പോലീസിന്റെ ഇൻസൈറ്റ് പഠിതാക്കളും പങ്കാളികളായി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പാനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ കൂട്ടഓട്ടം സംഘടിപ്പിച്ചു. പാനൂർ പോലീസിന്റെ ഇൻസൈറ്റ് പഠിതാക്കളും കൂട്ടഓട്ടത്തിൽ പങ്കാളികളായി. പാനൂർ SHO PK ജിതേഷ്, SIമാരായ മുഹമ്മദ് ഷജീർ, മരിയ പ്രിൻസ്, ASI നിവേദ്, ഇൻസൈറ്റ് കോർഡിനേറ്റർ E. സുരേഷ് ബാബു, PP ജയപ്രകാശ്, K. രാജീവൻ, M. പ്രവീൺകുമാർ, VK മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും കൂത്തുപറമ്പിൽ രാജാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ KCA കണ്ണൂർ ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും കൂത്തുപറമ്പ് രാജാസ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കാത്ത സ്ഥിതിയാണ്. പിന്നെ ആശ്രയിക്കേണ്ടത് വീടുകളിൽ ഇൻഡക്ഷൻ കുക്കറിയാണ്. ഇന്ന് സാധാരണ വീടുകളിൽ പഴയ തലമുറയിലെ അമ്മമാരെ കഴിച്ച് പുതിയ തലമുറയിലെ സ്ത്രീകളെ സംബന്ധിച്ചെടുത്തു ഒരു അടുപ്പ് കത്തിക്കുക എന്നത് എങ്ങനെയാണ് എന്ന് പരിശീലനം കൊടുക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എല്ലാവരും ആശ്രയിക്കുന്ന ഇതിനാണ് ഗ്യാസും സ്റ്റൗവും മാത്രമാണ്. അത് ഇല്ലെങ്കിൽ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് അതിനെ സബ്സിഡിയായി മാറ്റാൻ 1000-3000 ആകുമ്പോൾ നിങ്ങളുടെ മാറ്റങ്ങൾ അത് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സാധിക്കും. സംസ്ഥാന സർക്കാരിനും അത് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതനുസരിച്ച് നിങ്ങളോട് മുന്നിൽ എന്തായാലും നിങ്ങൾ ഒരാളായി ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് KCA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സാജു വാഗാനിപ്പുഴ അധ്യക്ഷനായി. പ്രമേയം ഇന്ന് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിനോട് നമ്മൾ പ്രധാനപ്പെട്ട 3-4 ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്യാസ് വില വർധനവ്, കുത്തനെയുള്ള ഗ്യാസ് വില വർധനവ്, അതുപോലെ തന്നെ ബിരിയാണി അരിയുടെ കുത്തനെയുള്ള വിലക്കയറ്റം, വിപണിയിൽ സർക്കാർ ഇടപെടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലുള്ള അപാകതകൾ, രജിസ്ട്രേഷൻ ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ കൃത്യമായ ഒരു രൂപരേഖയില്ലാത്ത അവസ്ഥയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി നൌഷാദ് ചൊക്ലി സ്വാഗതം പറഞ്ഞു. KCA സംസ്ഥാന ട്രഷറർ MR റഷീദ് മുഖ്യ പ്രഭാഷണം നടത്തി. KCA രക്ഷാധികാരി രാജൻ കൂത്തുപറമ്പ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് റോസ്, ബോബിരാജ്, ജില്ലാ സെക്രട്ടറി ജ്യോതിലക്ഷ്മി, ലയ അഖിൽ, ഗീത ബോബിരാജ്, ജില്ലാ ട്രഷറർ ബിജു കുണ്ടത്തിൽ, A. ഷാജി, സജാദ് മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് AP കുഞ്ഞിക്കണ്ണൻ എൻവോൺമെന്റ് വിതരണവും റിസ്ക് ഫണ്ട് ധനസഹായ വിതരണവും നടത്തി. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് SSLC +2 ഉന്നത വിജയികളെ AP കുഞ്ഞിക്കണ്ണൻ എൻഡോമെന്റ് നൽകി ആദരിച്ചു. PK പ്രവീൺ MLA ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുകാരിയല്ല, രാജസ്ഥാൻകാരിയാണ്. ഒരു പ്രത്യേക കാപ്പുണ്ട്.
75 വർഷ പാരമ്പര്യമുള്ള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഘട്ടം ഘട്ടമായി ബാങ്കിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക മേഖലയിലെ വികസനത്തിനും ക്ഷേമ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും എന്നും നേതൃത്വം കൊടുക്കുന്നത് ഈ സഹകരണ മേഖലയിലെ ബാങ്കുകളും സഹകരണ പ്രസ്ഥാനങ്ങളുമാണ്. പുതിയ കാലഘട്ടത്തിൽ ന്യൂജൻ ബാങ്കുകൾ അതേപോലെ കേന്ദ്ര ബാങ്കുകളും മറ്റും വരുമ്പോൾ പുതിയ തലമുറകളെ ആകർഷിക്കുക എന്ന അടിസ്ഥാനത്തിൽ മറ്റു ബാങ്കുകൾ കാണാത്ത പുതിയ രീതിയിലുള്ള ആപ്പ് ഉപയോഗിച്ച് പുതിയ തലമുറകളെ ആകർഷിക്കാൻ ബാങ്ക് ശ്രദ്ധാപൂർവം അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഹൈടെക് ആണ്. എത്രയോ വേഗം അവർക്കൊന്നും സമയമില്ലാത്ത രീതിയാണ്. ഒരു ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ഇടപാട് നടത്തിക്കൊണ്ട് പെട്ടെന്ന് പോകണം എന്നുള്ള ചിന്തയുമായാണ് പുതിയ തലമുറകൾ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച മാറ്റങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതേപോലെ ഞാനിവിടെ കണ്ട ഒരു കാഴ്ച, മറ്റു ബാങ്കുകളിലും പല ബാങ്കുകളിലും അനുമോദന പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു. ഷീ ബാങ്ക് അനുമോദനം നടക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എൻഡോമെന്റ് വിതരണത്തിലുള്ള അവരുടെ ക്യാഷ് പ്രൈസ് എന്ന രീതിയിൽ ഒരു പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് അത് കൊടുക്കുന്നത്. അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകൾ പുതിയ തലമുറകളെ ആകർഷിക്കാനും അവരെ ബാങ്കിലെ ഇടപാടുകളായി മാറ്റാനുള്ള പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. ബാങ്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എം മനോമോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. 2 മെമ്പർമാർക്കുള്ള റിസ്ക് ഫണ്ട് ആനുകൂല്യത്തിന്റെ രേഖകൾ ബാങ്ക് പ്രസിഡന്റ് എം മനോമോഹനൻ മാസ്റ്റർ ചടങ്ങിൽ കൈമാറി. ബാങ്കിന്റെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ മാമ്പ പ്ലസിന്റെ ഉപയോഗക്രമം സംബന്ധിച്ച് ബാങ്ക് സ്റ്റാഫ് അശ്വിൻ കുമാർ വിശദീകരിച്ചു. PK മുകുന്ദൻ മാസ്റ്റർ, സജീവൻ എടവന, ഹരീഷ് കടവത്തൂർ, TP ദാസൻ, OT മഹമ്മൂദ്, VP അബൂബക്കർ, ബാങ്ക് ഡയറക്ടർ MK മോഹനൻ, സ്റ്റാഫ് സെക്രട്ടറി KK രജീഷ്, ഡയറക്ടർ KK സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി AK സുരേഷ് സ്വാഗതം പറഞ്ഞു. എൻഡോമെന്റ് ജേതാക്കളായ അലൻഡ S സുനിൽ, ഗായത്രി ശർമ്മ, VK റസ്വിൻ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് ജേതാക്കളെയും ആദരിച്ചു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും 9 വിഷയങ്ങളിൽ A+ നേടിയവരെയും വിവിധ സ്കോളർഷിപ്പ് ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. കൂത്തുപറമ്പ് MLA PK പ്രവീൺ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലഘട്ടത്തിന് മാറ്റമനുസരിച്ച് വിവിധ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി മേഖലയിലുള്ള പഠനം നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. സയൻസ് വിഷയം, കൊമേഴ്സ് വിഷയമുണ്ട്, ഐച്ഛിക വിഷയങ്ങൾ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, വ്യത്യസ്ത മേഖലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളുടെ ഒരു അഭ്യർത്ഥന മാത്രം, വിദ്യാർത്ഥികൾക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് അത് ലഭിക്കുമെങ്കിൽ അതിനുള്ള പിന്തുണയാണ് രക്ഷിതാക്കൾ കൊടുക്കേണ്ടത്. കാരണം അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പഠന രീതി ഏറ്റെടുത്താൽ മാത്രമേ ആ അറിവുകൊണ്ട് അവർക്ക് ഈ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കാരണം സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ടായ കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് പോകുന്നത്. പഴയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളാണ്. പണ്ട് ചരിത്രപരമായ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലായാലും പല ത്യാഗങ്ങളും മറ്റും സഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് ഈ നാടിന്റെ വികസനവും വിദ്യാഭ്യാസ മേഖലയും മാറ്റെടുക്കാൻ സാധിച്ചത്. അതനുസരിച്ച് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഏറ്റവും കളങ്കമില്ലാത്ത കാലം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ചെറിയ കുട്ടികളായപ്പോഴാണ്. 1 വയസ്സ് 2 വയസ്സ്. പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ച് വിദ്യാർത്ഥികളിലും സമൂഹത്തിലെ മാറ്റങ്ങൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യമാണ്. മാനേജ്മെന്റ് പ്രതിനിധി കൂടിയായ PK പ്രവീൺ MLAയെ സ്കൂൾ ഭാരവാഹികൾ ആദരിച്ചു. PTA പ്രസിഡന്റ് CK ശ്രീജേഷ്,
അധ്യക്ഷത വഹിച്ചു. പാനൂർ PRMHSS പ്രിൻസിപ്പൽ CM ബിഷ, മദർ PTA പ്രസിഡന്റ് ഉമ്മക്കുൽസും, അധ്യാപക പ്രതിനിധികളായ K അബ്ദുള്ള, KP സായന്ത് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക നളിനി മാവില സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KK ഷിബിൻ നന്ദിയും പറഞ്ഞു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹാദരവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പരിധിയിൽ നിന്നും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇതോടൊപ്പം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പഞ്ചായത്തിലെ അധ്യാപകർക്കുള്ള സ്നേഹാദരവും നടത്തി. പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. കൃത്യമായ പരിശോധന നടത്തി. നമുക്കറിയാം, ഒരുപാട് വിദ്യാർത്ഥികൾ ഫുൾ A+ വാങ്ങി +2 ശേഷം പഠനം നിർത്തിയ ആളുകൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് കുറച്ച് ദിവസം പഠിച്ച് പഠനം നിർത്തിയ ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളെ സമൂഹത്തിന്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കാരണം കൃത്യമായ ആലോചനയില്ലാതെ അടുത്ത വീട്ടിലെ കുട്ടി സയൻസ് ഗ്രൂപ്പിലാണ് ചേരുന്നത്, അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടി സയൻസ് ഗ്രൂപ്പിൽ ചേർക്കെ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി കൊമേഴ്സിനാണ് ചേരുന്നത്, അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടി കൊമേഴ്സിൽ ചേർക്കെ, ഈ രീതിയിലുള്ള ഒരു നിലപാടിൽ നിന്ന് മാറി കൃത്യമായ ഒരു പരിശോധനയോടുകൂടി, കൃത്യമായ ഒരു അവബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ വരുന്ന തലമുറക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഇടപെടൽ, സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ വിദ്യാർത്ഥികളുടെ അല്ല രക്ഷിതാക്കളുടെ ഭാഗത്ത് കൃത്യമായി ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ അധ്യക്ഷനായി. പ്രമുഖ കരിയർ ഗൈഡൻസ് ട്രെയിനറും കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകനുമായ റമീസ് പാറാൽ ക്ലാസ് എടുത്തു. ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇന്ന കോഴ്സിനാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനാണ് പോകുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കോഴ്സിന് ചേരുകയാണ്. അപ്പൊ അങ്ങനെ ചേരുന്ന കുട്ടികളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ പറയും ഇനിയിപ്പോ അതിനാണ് സാധ്യത, അതുകൊണ്ട് അതിലേക്ക് പോയിക്കോ, ഇനിയിപ്പോ AI കാലഘട്ടമാണ്, അല്ലെ, അതിലേക്ക് പോകാം, ഡാറ്റാ സയൻസിന്റെ കാലഘട്ടമാണ്, അതിലേക്ക് പോകാന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഒന്നും മോശമല്ല, എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു പ്രസക്തിയും പ്രാധാന്യവും, ഏത് കരിയറിനും ഏത് കോഴ്സിനും അതിന്റേതായിട്ടുള്ള പ്രസക്തിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മേഖല ഏതാണ്, അതാണ് ഞാൻ കണ്ടെത്തേണ്ടത്. നിരവധി തൊഴിൽ സാധ്യതകളുള്ള മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. നൂറുകണക്കിന് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടംപോലെ പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് അതിന് നമ്പർ 1 ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ജോബ് മാർക്കറ്റിൽ പിന്തള്ളപ്പെട്ടു പോവുകയില്ല. നമുക്ക് കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ചാമാളിയിൽ, AK അജയൻ, സമദറക്കൽ, CN പവിത്രൻ, രജനി തറപ്പുറത്ത്, TK സയ്യിദ്, M നജീബ് മോശർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മുഹമ്മദ് സ്വാഗതവും അജിത നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഇനി വിഷമിക്കേണ്ടതില്ല. ആതുര സേവന രംഗത്ത് തലശ്ശേരിയിൽ പുത്തൻ സംവിധാനങ്ങളുമായി മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള കൃത്യതയാർന്ന ഫലം നൽകുന്ന ലാബ് ഫെസിലിറ്റി, എക്സ്റേ ഫെസിലിറ്റി, കൂടാതെ മെഡിക്കൽ സ്റ്റോർ, ഹോം കെയർ സർവീസും മാത്രമല്ല പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 9395504000 0490
2992067. ഇനി തലശ്ശേരിയുടെ ആരോഗ്യ സംരക്ഷണം ഞങ്ങളിൽ ഭദ്രം. ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് നിയർ ചിറക്കര HSS തലശ്ശേരി. ഫോൺ 0490299267 9395500400. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വായനാ കോർണർ സജ്ജീകരിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. പ്രസീത ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും തൊഴിൽ പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പദ്ധതികൾക്ക് തുടക്കമിട്ട് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലൊരുക്കിയ വായനാ കോർണറിന്റെയും സ്ഥിരം പഠനമുറിയുടെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. പ്രസീത നിർവഹിച്ചു. PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ പഠനാന്തരീക്ഷം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥിരം പഠനമുറി സജ്ജമാക്കിയത്. പഠനത്തിനാവശ്യമായ PSC പരീക്ഷാ ഗൈഡുകൾ, റഫറൻസ് പുസ്തകങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാമ്പത്തിക പരിമിതികൾ മൂലം പഠന സാമഗ്രികൾ ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ സംവിധാനം ഏറെ സഹായകരമാകും. വായനാ കോർണറിലേക്ക് 100 പുസ്തകങ്ങൾ ഹെഡ് ക്ലർക്ക് P. രഞ്ജിത്ത് സംഭാവനയായി നൽകി. ഇതിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിൻ്റെയും ഓപ്പറേഷൻ തൂഫാന്റെയും ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. പ്രസീത ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ജോലി തിരക്കിൽ കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കാനോ കാര്യങ്ങൾ പറയാൻ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും പറയാനോ കുട്ടികൾക്ക് തുറന്നു പറയാൻ നമ്മളോട് പറയാനുള്ള അവസരം നമ്മളൊട്ടും കൊടുക്കാറുമില്ല, നമ്മൾ അങ്ങോട്ട് ചോദിക്കാറുമില്ല. അപ്പോൾ അവർ വേറെ തന്നെ ഒരു ഇടം കണ്ടെത്തുകയാണ്. ഏത് മേഖലകളിലേക്കാണ് അവർക്ക് കൂടുതൽ താല്പര്യം, കൂടുതൽ സന്തോഷം, എവിടെയാണ് സ്നേഹം എന്ന രൂപത്തിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം രക്ഷിതാക്കൾ തന്നെ സമയം കണ്ടെത്തണം മക്കളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനും അന്ന് നടന്ന കാര്യങ്ങൾ, സ്കൂളിൽ നടന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ പുറത്ത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇന്ന് ഏതൊക്കെ സമൂഹത്തിൽ നടക്കുന്നത് അങ്ങനെയാകാൻ പാടുന്ന ഒരു ഉപദേശങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പിടിക്കുക. അവർ നമ്മൾ കഴിഞ്ഞ കാല കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചത്. ഇപ്പം ഈ വൈസ് പ്രസിഡന്റ് N. സുധീഷ്,
അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി കരുണൻ മാസ്റ്റർ, പി സതി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ടി തോമസ് സ്വാഗതവും സന്തോഷ് മമ്മാലി നന്ദിയും പറഞ്ഞു. സൈക്കോ സോഷ്യൽ കൗൺസിലറായ സി സൗമ്യ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ, ലഹരി ഉപയോഗം തിരിച്ചറിയേണ്ട ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, യുവജനങ്ങളുടെ ഉത്തരവാദിത്വം എന്നിവയെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുത്തു. 3 പെൺകുട്ടികൾ വാട്ടർ ബോട്ടിലാക്കിയിട്ട് വെള്ളം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നത്. ഈ കുട്ടിക്ക് 3 പെൺകുട്ടികളാണ്. ഈ കുട്ടിക്ക് എവിടെയാണ് ഈ ലഹരി കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ വീട്ടിൽ അവരുടെ രക്ഷിതാവ് ഉപയോഗിക്കുന്നത് ആ ഒഴിഞ്ഞ കുപ്പിയിൽ, തീർന്ന കുപ്പിയിൽ എടുത്തു വന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനകത്തുള്ള കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ തീർന്ന കുപ്പിയിൽ വെള്ളം നിറച്ചു വന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ അവൈലബിലിറ്റി കുട്ടികൾക്ക് വളരെ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. വീട്ടിൽ നിന്ന് പോലും പണ്ട് കുറച്ച് മുന്നേയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് നമുക്ക് എവിടുന്നെങ്കിലും വീട് കിട്ടുന്ന ഒരു സിഗരറ്റിന്റെ കഷ്ണം, അല്ലെ വലിച്ചു ബാക്കി വെച്ച സിഗരറ്റിന്റെ കഷ്ണം, അല്ലെങ്കിൽ ഈ കുപ്പിയിൽ കുടിച്ചു തീർത്ത അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരാരെങ്കിലോ കുപ്പിയിൽ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുന്ന ആ സാധനം ഇങ്ങനെ നാക്കിലേക്ക് കുറ്റിച്ച് ലഹരി നുണയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അവർക്ക് ഇഷ്ടപ്പെട്ട ലഹരി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടാനുസരണം അവർക്ക് ലഹരി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വായനാശീലം വളർത്തുന്നതിനും മത്സരപരീക്ഷകൾക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനും ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ സംയോജിത പരിപാടി ഏറെ ശ്രദ്ധേയമായി. പൊന്നം UP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കതിരൂർ പഞ്ചായത്തിന്റെയും കതിരൂർ ലൈറ്റ് ആൻഡ് ഡ്രഗ് ക്ലബിന്റെയും സൺറൈസ് ഐ കെയർ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പൊന്നം UP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസും സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചത്. സ്കൂൾ ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ആദ്യത്തെ ഒരു ക്ലാസ് ആയിരിക്കും ലഹരിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് നടത്തുന്നത്. കുറേ ക്ലാസ് നമ്മൾ എല്ലാ വർഷവും ഇതേപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്കൂളിൽ തന്നെ നടത്തി വരാറുണ്ട്. ആന്റി ഡ്രഗ് ക്ലബ്ബ് ലൈറ്റ് എന്ന പേരിൽ ലഹരിക്കെതിരെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് ലൈറ്റ്. അതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ സഹതാപമായ പല പ്രവർത്തനങ്ങളും ഈ ലൈറ്റ് എന്ന കൂട്ടായ്മയിൽ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2 പരിപാടികൾ സംഘടിപ്പിച്ചത്. ഒന്ന് ലഹരി വിരുദ്ധ ക്ലാസും ഒന്ന് നേത്ര പരിശോധനാ ക്യാമ്പുമാണ് നടക്കുന്നത്. നമുക്ക് സമയം ഒരുപാട് പോയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പഞ്ചായത്ത് അംഗം M നളിനി അധ്യക്ഷയായി. കതിരൂർ SI ഹരിദേവ് മുഖ്യപ്രഭാഷണം നടത്തി. പിന്നെ സ്വന്തം കൂടെ പറമ്പനെയും അമ്മയും അച്ഛനെയും ബാക്കടിയുമൊക്കെ കേൾക്കുന്നില്ലേ? അതൊക്കെ എന്താണ്? ഈ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ കഞ്ചാവ് പോലുള്ള വസ്തുക്കളുടെ ഭാഗമായിട്ട് വരുന്നതാ. ഒരിക്കലും അങ്ങനത്തൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. ഇവിടെയൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും ചേട്ടന്മാരൊക്കെ ഈ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ചെയ്യണം, പോലീസിനെയോ രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ഒക്കെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ചേട്ടനെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചേച്ചിയെ ഞാൻ കണ്ടു, എന്തോ ഒരു പ്രശ്നം ഈ കാണുന്നുണ്ട് നിങ്ങൾ പറയണം. പറയില്ലേ? നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ ലഹരിക്കെതിരെ പോരാടുന്ന ധീരന്മാരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ലഹരി ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റൂ. നമ്മൾ പോലീസുകാർ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ടീച്ചേഴ്സ്, രക്ഷിതാക്കള്, പിന്നെന്താണ് സമൂഹത്തിലുള്ള എല്ലാവരും, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ പല പല വിഭാഗത്തിലുള്ള ആൾക്കാർ ഇതിനെതിരെ ഒന്നിച്ച് നീങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് ഈ ലഹരി എന്ന് പറഞ്ഞ മഹാവിപത്ത് ഇവിടുന്ന് തുടച്ച് നീക്കാൻ പറ്റുള്ളൂ. ക്ലബ്ബ് കോർഡിനേറ്റർ പ്രകാശൻ മഹിജാസ്, വാർഡ് മെമ്പർ ഭാസ്കരൻ കുരാറത്ത്, ഡോക്ടർ CK ഭഗിനാഥ്, T മുകുന്ദൻ, സ്കൂൾ പ്രധാനാധ്യാപിക ഷൈനി, PV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് 6 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ചൊക്ലി പോലീസ് ഇൻസ്പെക്ടർ V ബിജു റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള ബറ്റാലിയൻ NCC 6ന്റെ കീഴിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ചൊക്ലി പോലീസ് ഇൻസ്പെക്ടർ ബിജു V റാലി ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു.
നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. ആ ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഒരു പ്രതിരോധമാണ് നമ്മളിപ്പോൾ നടപടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ NCC കേഡറ്റ് എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ഏറ്റവും താഴത്തെ തട്ടിലുള്ള സംവിധാനമാണ്. ആർമിയുടെ ഏറ്റവും മിനിയേച്ചർ രൂപമാണ്. അപ്പോൾ രാജ്യ സംരക്ഷണവും വ്യക്തി സംരക്ഷണവും സമൂഹ സംരക്ഷണവും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ ഉള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ഈ നാഷണൽ ആൻറ്റി ഡ്രഗ് ഡേയിൽ നമ്മളൊരു ഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമാകുകയാണ് ദേശീയ ലഹരി വിരുദ്ധ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റാലി സംഘടിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാണ്. NCC ഓഫീസർ TP രാവിദ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ HM N സ്മിത മുഖ്യപ്രഭാഷണം നടത്തി. NCC കാഡറ്റുകൾ മാത്രമല്ല, നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇതിനെതിരെയുള്ള ഒരു പോരാളിയായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ഈ നാടിനെ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു ലഹരിയിൽ നമ്മൾ പെട്ടുപോയാൽ ഓരോരോ കുട്ടിയും ആ ഒരു വ്യക്തി അല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ബോധ മനസ്സോടെയല്ല. നമ്മളല്ലാതാകുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മളിപ്പോഴേ ചിന്തിക്കണം. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ആ ഒരു കാര്യം നമ്മുടെ പുതിയ തലമുറ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യുവജനതയായിട്ട് മാറണമെങ്കിൽ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ഉദയൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സർജന്റ് മേജർ അമൃതാലക്ഷ്മി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വലിയ വിപത്താണെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. എന്റെ ആരോഗ്യത്തെയും ഭാവി രാജ്യത്തിന്റെ പുരോഗതിയെയും ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും പുകയിലയോ മദ്യമോ മയക്കുമരുന്നോ പോലുള്ള യാതൊരുവിധ ലഹരി വസ്തുക്കളും സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി ചൊക്ലി ടൗൺ ചുറ്റി വീണ്ടും സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച റാലിയിൽ 50 NCC കേഡറ്റുകളാണ് പങ്കെടുത്തത്. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ വടകര ലോകനാർക്കാവ് ഡോജോ കരാത്തയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നിരവധി പേർ പങ്കാളികളായി. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ വടകര ലോകനാർക്കാവ് ഡോജോ കരാത്തയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. NSK കേരള ചീഫ് ഇൻസ്ട്രക്ടറും വേൾഡ് കരാത്തെ കോച്ചുമായ സെൻസായി K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനും പട്ടങ്ങളുമില്ലാത്ത രീതിയിൽ പെൺകുട്ടികളും അടക്കമുള്ള വിദ്യാർത്ഥികൾ വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയും. ഒറ്റ തവണ ഉപയോഗിച്ചാൽ അതിന് എഡിറ്റായി പോകുന്ന രീതിയിലുള്ള മയക്കുമരുന്നാണ് ഇന്ന് വിപണിയിൽ എന്ന് തന്നെ പറയാം. ഇന്ന് നമ്മുടെ മക്കളെ ഉന്നം വെച്ച്, വിദ്യാലയങ്ങളെ ഉന്നം വെച്ച്, ഒരു രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവേണ്ട വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നടക്കം ഇല്ലാതാക്കുവാൻ വേണ്ടിയോ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവേണ്ട ഒരുപറ്റം സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസിന്റെ ഭാഗമായിട്ടാണോ ഒന്നും നമുക്കറിയില്ല. അത് തക്കം പാർത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കളെ ഉന്നം വെച്ച് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം. അനുദിനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് നമ്മൾ കണ്ടുവരിക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കരാത്തെ പരിപാടികളിലൊന്നും തന്നെ നമ്മൾ കുട്ടികളോട് പറയേണ്ടതായിട്ടില്ല. നിങ്ങൾ ആരും മദ്യം കഴിക്കരുത് എന്ന് പറയേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരും പുകവലിക്കരുത് എന്ന് പറയാതിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കരാട്ടെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു കുട്ടി പോലും മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ എഡിറ്റായി പോകുന്ന രീതിയിലുള്ള ഒരു പ്രവണത നമ്മുടെ അക്കാഡമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. റൻഷി അനൂപ് അധ്യക്ഷനായി. S ശിവാനി സ്വാഗതവും ഷോൺ എഡ്നിറ്റ് നന്ദിയും പറഞ്ഞു. LSS, USS, SSLC, +2 വിജയികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. വനവകുപ്പിന്റെ വാഹനം ആന മറിച്ചിട്ടു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് AISF, AIYF പ്രവർത്തകർ നടത്തിയ DDO ഓഫീസ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ മദ്രസ അധ്യാപകനെതിരെ പോക്സോ ചുമത്തി. തലശ്ശേരി പോലീസ് കേസെടുത്ത് ദറസിൽ ഉസ്താദായി ജോലി ചെയ്യുന്ന അഹമ്മദ് തേർലായിക്കെതിരെ. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം 30-1 തീയതികളിൽ. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും പൊതുസമ്മേളനം മുൻ സംസ്ഥാന സെക്രട്ടറി M സ്വരാജും ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.